ബിജെപിയുടെ പ്രഖ്യാപിക്കാത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഇതാവുകയാണ്. എറണാകുളത്ത് മേജർ രവി ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന് ബിജെപി നേതൃത്വം മേജർ രവിയോട് ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബിനിൽ, മേജർ രവി എറണാകുളത്ത് ഉറപ്പിച്ചോ ബിജെപി സ്ഥാനാർത്ഥിയായി? മേജർ രവിയോട് നേരത്തെ തന്നെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകാൻ ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. തന്നെ പരിഗണിക്കരുത് എന്ന ആവശ്യം അദ്ദേഹം നേരിട്ട് ബിജെപി നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ വീണ്ടും ബിജെപി നേതൃത്വം അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇത് പാർട്ടി തീരുമാനമാണെന്ന് കൂടി അറിയിക്കുകയും ചെയ്തു. ഇനി പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനമാണ് വരാനിരിക്കുന്നത്. മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തിന് ആ തീരുമാനത്തിനൊപ്പം നിന്ന് പോകാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടി തീരുമാനത്തിന് അനുകൂലമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും ബിജെപി നേതൃത്വം പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ എറണാകുളത്ത് മേജർ രവി തന്നെയായിരിക്കും ഒരു മികച്ച സ്ഥാനാർത്ഥി എന്നത് നിലയിലേക്ക് ബിജെപി നേതൃത്വം പോവുകയായിരുന്നു. കാരണം പ്രത്യേകിച്ച് എറണാകുളത്ത് കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനമാണ് മത്സരിച്ചത്. 1,37,000-ലധികം വോട്ടുകൾ അദ്ദേഹം പിടിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥിരം മുഖങ്ങളാണ് എറണാകുളത്തുള്ളത്. ആ മുഖങ്ങളെ മാറ്റി പരീക്ഷിക്കുക എന്നത് തന്നെയാണ് ബിജെപി നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് മേജർ രവിയിലേക്ക് ബിജെപിയുടെ ലക്ഷ്യമെത്തിയത്. അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. എന്തായാലും ഇനിയും ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് മറ്റു മണ്ഡലങ്ങളിലും. എറണാകുളത്ത് അത് മേജർ രവി ആയിരിക്കും എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. ആദ്യം അദ്ദേഹം താല്പര്യക്കുറവൊക്കെ അറിയിച്ചത്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ വീണ്ടും പ്രഖ്യാപിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് കൂടി സ്ഥാനാർത്ഥി കൂടി ബിജെപിക്ക് ഉണ്ടാവുകയാണ്.